ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ഫാർമസി കോളേജസ് ആണ്. ഓക്കെ, ഫാം ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലുടനീളമുള്ള നല്ല ഫാർമസി കോളേജസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിപ്പം ജിപാറ്റ് ക്വാളിഫൈ ചെയ്തവരാണെങ്കിലും ചെയ്യാത്തവർക്കാണെങ്കിലും പോകാൻ പറ്റുന്ന കോളേജസ് ഉണ്ട്. ഇപ്പൊ ജിപാറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് പോകേണ്ട കോളേജസ് ഞാൻ ആ കോളേജിന്റെ പേര് പറയുമ്പോൾ ഞാൻ അതിൽ പറയും. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ജിപാറ്റ് കിട്ടിയിട്ടില്ല, ഓക്കെ, അപ്പോ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോളേജസും ഞാൻ പറയും. സോ ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി വെരി യൂസ്ഫുൾ ഫോർ യു പീപ്പിൾ. ആൻഡ് ഇഫ് യു ആർ ന്യൂ ഹിയർ, നിങ്ങൾ ഈ ഒരു ചാനൽ എന്റെ ഒരു മുഖം ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, എന്റെ കൂടെ കൂടാം. കാരണം ഞാൻ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളും കോണ്ടന്റ്സും അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. And moreover, I work in a pharma industry. Definitely, I can channelize you in that way also. So, നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം, എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ലീവ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഐ വിൽ അഡ്രസ് ഓൾ ദോസ് ഡൗട്ട്സ് ആൻഡ് എവറിത്തിങ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. അപ്പോൾ ഒരു കുട്ടി, രണ്ട് കുട്ടികളെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ ഒരു കുട്ടി, ഫസ്റ്റത്തെ കുട്ടി എന്ന് പറയുമ്പം ജിപാറ്റ് ക്വാളിഫൈ ചെയ്തു, രണ്ടാമത്തെ കുട്ടി ജിപാറ്റ് ക്വാളിഫൈ ചെയ്തില്ല. ഇങ്ങനെ രണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ ആ ജിപാറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടിക്ക് ഉള്ള ഓപ്ഷൻസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. അവർക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രിഫറൻസ്, യു ഷുഡ് ചൂസ് നൈപ്പേഴ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇന്ത്യയിലുടനീളം 7 നൈപ്പേഴ്സ് ഉണ്ട്, 7 നൈപ്പേഴ്സ് ഉണ്ട്. അവിടെ ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്. I would say, okay, this is my personal opinion. I would say because I am a graduate from Naipur, Hyderabad. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങളെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നൈപ്പേഴ്സിനാണ്. അപ്പോൾ ഒരു ജിപാറ്റ് ക്വാളിഫൈ ചെയ്ത ഒരാള്, ഇപ്പൊ 1ാം റാങ്ക് കിട്ടിയ ആളാണെങ്കിലും ഏറ്റവും ലോവർ റാങ്ക് കിട്ടിയ ഒരാളാണെങ്കിലും നൈപ്പർ എന്നുള്ള വേറൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, നൈപ്പർ JEE. ആ ഒരു ടെസ്റ്റിൽ നല്ല റാങ്ക് കിട്ടിയാലേ നിങ്ങൾക്ക് നല്ല നൈപ്പറിലോട്ട് പോകാൻ പറ്റുള്ളൂ. നൈപ്പർ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ടോപ്പ് 3 ആണ് ഏറ്റവും നല്ലത്. നൈപ്പർ മൊഹാലി, നൈപ്പർ ഹൈദരാബാദ്, നൈപ്പർ അഹമ്മദാബാദ്. നിങ്ങൾക്ക് ഇവിടെ മൂന്ന് നൈപ്പറിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഗുവാഹട്ടിയോ അല്ലെങ്കിൽ ഹാജിപൂറോ കൊൽക്കത്തയോ അല്ലെങ്കിൽ റായ്ബറയിലൊക്കെ നോക്കാം. ആദ്യം നോക്കേണ്ടത് ആദ്യത്തെ 3 നൈപ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം എങ്ങനെ പോകുന്നു അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് കിട്ടുക. എങ്ങനത്തെ ടഫ് ലെവൽ എന്തൊക്കെയാണ്, ആ എക്സാമിന്റെ ടഫർ ലെവൽ എങ്ങനെയാണ്, അതിനനുസരിച്ചായിട്ട് നിങ്ങൾക്ക് റാങ്ക് കിട്ടുക. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോളേജസ് ചൂസ് ചെയ്യാം. ബട്ട് ഐ വുഡ് സജസ്റ്റ് യു ടു ഗോ ടു ടോപ്പ് 3 നൈപ്പേഴ്സ്. ഓക്കെ, അവിടെ ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു കുട്ടി ഫാം ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കുട്ടിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണ്? നല്ലൊരു റിസർച്ച് ചെയ്യാം, നല്ലൊരു ഫാം പ്രൊജക്ട് ചെയ്യാം, ഓക്കെ, നല്ലൊരു കോർ പ്രൊജക്ട് ചെയ്യാം. പിന്നെ എന്ന് പറയുമ്പോൾ നല്ല ഫാക്കൽറ്റീസിന്റെ ഗൈഡൻസോട് കൂടിയിട്ട് റിസർച്ച് ചെയ്യാം. നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ലാബ്, എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടായിരിക്കണം. പിന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, കമ്പനീസ് വിസിറ്റ് ചെയ്യുന്ന കോളേജസ് ആയിരിക്കണം. സോ നൈപ്പർ ക്വാളിഫൈ ഫോർ ഓൾ ദീസ് തിങ്സ്. നൈപ്പർ ടോപ്പ് 3 നൈപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവർ ഈ എല്ലാ പറഞ്ഞ കാര്യങ്ങൾക്കും ക്വാളിഫൈ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ കൺസിഡർ ദോസ്. ആൻഡ് ഇൻ നൈപ്പർ നിങ്ങൾക്ക് ഫാം അല്ല കിട്ടാൻ പോകുന്നത്, MS ഫാം ആണ്. അത് ഫാമിന് ഈക്വൽ ആണ്. പിന്നെ ടെക് അല്ലെങ്കിൽ ടെക് മാസ്റ്റർ ഇൻ ടെക്നോളജി, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് PhD ആണ്. PhDയും നൈപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ MS ഫാം, ടെക് ആൻഡ് PhD, ഇവ 3 ആണ് നൈപ്പറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കണം ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇത് ജിപാറ്റ് ക്വാളിഫൈ ചെയ്യണം, മസ്റ്റ് ആണ്. ജിപാറ്റ് ക്വാളിഫൈ ചെയ്യാണ്ട് നൈപ്പറിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇൻ കേസ് ജിപാറ്റ് എക്സാം നൈപ്പറിന് ശേഷമാണ് നടക്കുകയാണെങ്കിലും ആദ്യം നൈപ്പർ എഴുതിയതിന് ശേഷം ജിപാറ്റ് നിങ്ങൾ സ്കോർ കാർഡ് കാണിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ജിപാറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അടച്ച ഫീ ഒക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകും. അല്ലെങ്കിൽ നൈപ്പറിന് റീഫണ്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നൈപ്പറിലോട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ ചെയ്ത് നോക്കാം. അവരുടെ പോളിസി ബേസ് ചെയ്തിട്ടായിരിക്കും ആ പൈസ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത്.
അറിയാം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് IIT BHU. അതൊരു IITയുടെ അണ്ടറിലുള്ള ഫാർമസി കോളേജാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. എന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ GPAT റാങ്ക് വെച്ചിട്ട് അവിടെ ആയിരുന്നു ഫസ്റ്റ് അഡ്മിഷൻ കിട്ടിയത്. പിന്നെ നൈപ്പറിൽ എനിക്ക് നൈപ്പർ ഹൈദരാബാദ് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതാണ്. എനിക്ക് അവിടെ ഫാർമസ്യൂട്ടിക്സ് ആയിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, നൈപ്പറാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞ് അങ്ങനെ ഞാൻ നൈപ്പറിലോട്ട് വന്ന്. സോ ഐ എം ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് എ ജോബ്, ഐ എം ഡൂയിങ് ഗുഡ്, അൽഹംദുലില്ലാ. സോ അതിലോട്ട് പിന്നെ നമുക്ക് കിടക്കാം. സോ IIT BHU അവിടെ GPAT ആണ് ഫസ്റ്റ് അവരുടെ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. GPAT റാങ്ക് ഉണ്ടെങ്കിൽ അവരുടേതായ ഒരു എക്സാം ഉണ്ട്, അവര് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, പിന്നെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. സോ അവരുടേതായ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം, കാരണം അവർക്ക് നല്ല ഫാക്കൽറ്റീസും ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഈവൻ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അവർ നൽകുന്നുണ്ട്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ജാമിയ ഹംദർദ്. അത് NIRF റാങ്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ജാമിയ ഹംദർദിനാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണ എൻ്റെ ഒരു കമ്പനിയിലും ഒരുപാട് പേര് ജാമിയ ഹംദർദിൽ നിന്നൊക്കെ ക്വാളിഫൈ ആയിട്ട് വന്നവരുണ്ട്. അവിടുന്ന് പ്ലേസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഓപ്ഷൻസ് യു കൺ ട്രൈ. ആൻഡ് ഫീ കുറച്ച് കൂടുതലാണ് ജാമിയ ഹംദർദ ആണെങ്കിലും നൈപ്പർ ആണെങ്കിലും. നൈപ്പറിൽ ഏകദേശം ഓൾമോസ്റ്റ് ഐ തിങ്ക് 50 to 60K പെർ സെമസ്റ്റർ നിങ്ങൾ അടക്കണം. ഓക്കെ, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫീ. ജാമിയ കുറച്ചുകൂടി കൂടും, അത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ജാമിയ ഹംദർദൊക്കെ അത്യാവശ്യം ഫീ നമ്മൾ കൊടുക്കണം. പക്ഷേ നിങ്ങൾക്ക് നല്ല റിസർച്ചും പേപ്പറും പ്ലേസ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ സ്റ്റൈപ്പൻഡിന്റെ കേസ് എന്ന് പറയുന്നത് GPATന്റെ സ്റ്റൈപ്പൻഡ് ഇപ്പോഴും അണ്ടർ ഗ്രേ ഏരിയയിലാണ്, ഒന്നും കൺഫേം ആയിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോൾ നൈപ്പറിലാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് സ്റ്റൈപ്പൻഡ്. ഓക്കെ, നൈപ്പറിന്റെ സ്റ്റൈപ്പൻഡ് തരുന്നത് മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഏജൻസിയാണ്. പക്ഷെ GPATൻ്റെത് ഒന്നും അത്ര ക്ലിയർ അല്ല കാര്യങ്ങളൊന്നും. അതും കൂടി നിങ്ങൾ കണക്കിലെടുക്കണം. പക്ഷെ നിങ്ങൾക്ക് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ പെർഫോമൻസിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കോളേജസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ICT മുംബൈ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി. അത് മുംബൈയിലാണ് ക്യാമ്പസ്. വളരെ നല്ല കോളേജാണ്. അവര് നൽകുന്നത് MTech ആണ്. ഗ്രീൻ കെമിസ്ട്രി, ഫാർമക്കോഗ്നസി, കെമിസ്ട്രി, സ്യൂട്ടിക്സ്, മെഡിസിനൽ കെമിസ്ട്രി, ഇതിലൊക്കെയാണ് അവർ, നാച്ചുറൽ പ്രൊഡക്ട്സിലൊക്കെയാണ് അവർ കൊടുക്കുന്നത് ഡിഗ്രി. അവിടെയും പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റിസർച്ച് ഫെസിലിറ്റി ഉണ്ട്. GPAT ആണ് ക്രൈറ്റീരിയ. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദാറ്റ് ആസ് വെൽ. ഓക്കെ, പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഞാൻ ഇനിയിപ്പോ പറയാൻ പോകുന്നത് അഞ്ചാമത്തെ കോളേജ് ഏതാന്ന് പറയാൻ പോകുന്നതിന്റെ കൂടുതൽ അഞ്ചാമത്തെ കോളേജിന്റെ കൂടെ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോൺ GPAT ആയിട്ടുള്ള കുട്ടികൾക്കും എലിജിബിലിറ്റി ഉണ്ട്. അവിടെ നോൺ GPAT അവർ എടുക്കുമ്പം അവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പിറ്റ്സ് പിലാനി, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്ന് പറയുന്ന, അവർക്ക് രാജസ്ഥാനിലും ഹൈദരാബാദിലും ക്യാമ്പസ് ഉണ്ട്. അവിടെ GPAT എലിജിബിൾ ആണ്, അല്ലെങ്കിൽ അവരുടേതായ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്തിട്ടും അവിടെയും പോകാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഫീ നല്ല കൂടുതലാണ്. ഓക്കെ, ഫീസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണമല്ലോ പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു പമ്പ് ഇൻ ലോട്ട് ഓഫ് മണി ദർ. ബിറ്റ്സ് ആയിക്കോട്ടെ, ജാമിയ ഹംദർദ് ആയിക്കോട്ടെ, അവിടെ ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും, പ്ലേസ്മെന്റ് കിട്ടും, റിസർച്ച് നല്ല ഫെസിലിറ്റി ഉണ്ട്, ലാബ് ഉണ്ട്. അതൊക്കെ അതിന്റെ പ്രോസ് ആണ്. കോൺ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എഡ്യൂക്കേഷൻ അത്യാവശ്യം നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൂടി കണക്കിലെടുത്ത് അത് നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻസ് എന്ന് പറയുമ്പം 6ഉം 7ഉം എന്ന് പറയുന്നത് JSS, രണ്ട് ക്യാമ്പസ്, JSS ഊട്ടി, മൈസൂർ ആൻഡ് മണിപ്പാൽ ആണ്. ദീസ് 2 colleges will consider GPAT. ഈ രണ്ട് കോളേജും GPAT കൺസിഡർ ചെയ്യും. അവരുടേതായ എൻട്രൻസും ഉണ്ട്. നോൺ GPAT ഉള്ള ആളുകൾക്കും GPAT ഇല്ലാത്ത ആളുകൾക്കും അവിടെ പോകാം, provided if you can crack their exam. And fee is high definitely, but you will get a good experience and placement as well. JSS and മണിപ്പാൽ. 9ാമത്തെ കോളേജ് എന്ന് പറയുമ്പോൾ SRM ആണ്. SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി. അവർക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ചെന്നൈയിലാണ് അവരുടെ ക്യാമ്പസ് ഉള്ളത്. അവിടെ JEE മെയിൻ ആണ്, SRM JEE.
ജെഇ മെയിൻ അല്ല, സോറി, SRM JE ആണ്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അവിടെയും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷറും പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ, അവിടെയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് GPAT തന്നെയാണ്. നമ്മൾ GPATിലൂടെ തിരിച്ചു വരുമ്പോൾ GPAT കൺസിഡർ ചെയ്തിട്ട് കൊടുക്കുന്ന രണ്ട് നല്ല യൂണിവേഴ്സിറ്റീസ് നമുക്കുള്ളത് എന്ന് പറയുന്നത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഇൻ ചണ്ഡീഗഡ് ആൻഡ് ഡിപ്സാർ, ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഡിപ്സാർ എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോ അവിടെ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് റിസർവേഷൻ ഉണ്ട്. എന്നാലും കേരളത്തിൽ നിന്ന് കുട്ടികൾക്ക് പോയാൽ നല്ല റാങ്കുള്ള കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, പ്ലേസ്മെന്റും കിട്ടും. കാരണം എൻ്റെ കൂടെ ഒരുപാട് പേര് ഇപ്പോൾ ഡിപ്സാറിന്നും പഞ്ചാബ് യൂണിവേഴ്സിറ്റി നിന്നൊക്കെ വന്ന് ക്ലിയർ ചെയ്ത് എംഫാം കഴിഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് നൈപ്പർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയോ ഡിപ്സാറൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയുള്ള കോളേജസ്, ഇനിയിപ്പോ ഞാൻ ആ ടോപ്പ് 10 കഴിഞ്ഞു. ഇനിയുള്ള കോളേജസ് ഞാൻ നമ്പർ ഒന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസർച്ച് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടും, ബട്ട് പ്ലേസ്മെന്റ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റൂല. ഈവൻ ഇറ്റ് ഈസ് അഫോർഡബിൾ, നിങ്ങൾക്ക് ഇത്ര ഫീ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. GPAT ആണ് ക്രൈറ്റീരിയ. ചിലപ്പോ അത്ര എനിക്ക് ക്ലിയർ അല്ല, നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നോക്കാം. ചിലപ്പോൾ നോൺ GPATും അവർ കൺസിഡർ ചെയ്യും, പ്രൊവൈഡർ നിങ്ങൾ അവരുടെ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് പൂന കോളേജ് ഓഫ് ഫാർമസി, ദെൻ സെക്കൻഡ് വൺ ഈസ് ബോംബെ കോളേജ് ഓഫ് ഫാർമസി, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, നല്ല പേരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ദെൻ MSU Baroda, it is in Gujarat, and that is also one of the best universities. Then Jadavpur University in Kolkata. So these four universities, Pune College of Pharmacy, Bombay College of Pharmacy, Jadavpur University, MSU Baroda. ഈ ഒരു 4-5 കോളേജസ് നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഈ മേലെ പറഞ്ഞ കോളേജസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു കോളേജസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, പ്രൊവൈഡഡ് പ്ലേസ്മെന്റ് അഷ്യൂർ ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കോളേജ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള അമൃതയാണ്. അമൃത എന്ന് പറയുമ്പോൾ കോളേജ് നല്ലതാണ്, അവരുടെ റിസർച്ച് ഫെസിലിറ്റി നല്ലതാണ്. പക്ഷെ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ എനിക്കറിയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ പാക്കേജ് വൈസ് അത്ര ഒരു സൗണ്ട് അല്ല കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് നൈപ്പർ കിട്ടുമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നൈപ്പറിലോട്ട് പോവാം. JSS മണിപ്പാൽ, ICT മുംബൈ, ഓക്കെ, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഡിപ്സർ, ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അമൃത ട്രൈ ചെയ്യാം. ആൻഡ് എസ്പെഷ്യലി നിങ്ങൾക്ക് കേരളം വിട്ടു പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ അമൃത ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് I would suggest you step out of your comfort zone and try living outside of Kerala as well, because നിങ്ങൾക്ക് ഒരുപാട് മെച്യൂരിറ്റി, ഇപ്പൊ ട്രാവൽ ചെയ്തിട്ടാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ, ഒരു ഡൈവേഴ്സിറ്റിയിൽ മിങ്കിൾ ചെയ്ത് അതിലൂടെ ബ്ലെൻഡിങ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ്, ജോബ് ആൻഡ് എവറിഥിങ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ലാംഗ്വേജ് വൈസ് ആണെങ്കിലും ഹിന്ദി സംസാരിക്കാൻ പറ്റും, ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ. നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? നമ്മളെ കുട്ടികൾ കളിയാക്കൂലേ, നമ്മളെ കൂടെ ഉള്ളവരെ നമ്മളെ കളിയാക്കൂലേ? അപ്പോ പുറത്താകുമ്പോ നമുക്ക് ഹിന്ദി അറിയില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എങ്കിലും പറയാം. അപ്പൊ നമ്മൾ ലാംഗ്വേജ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആവും. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ കൺസിഡർ ദാറ്റ് ആൾസോ. ഓക്കെ, പിന്നെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, CUET എന്ന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ് വഴി ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓക്കെ, അവിടെ എന്ന് പറയുമ്പോൾ പ്ലേസ്മെന്റ് ഡെഫിനറ്റ്ലി നോ, പക്ഷെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, ആൻഡ് അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, പിന്നെ ഹർസിംഗോർ, മധ്യപ്രദേശ്, അവിടെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പ്രൊവൈഡഡ് പ്ലേസ്മെന്റ് ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഐ വുഡ് സജസ്റ്റ് you should go for NIPER first, then ICT Mumbai, IIT BHU, Punjab University,
ഡിപ്സാർ, ജാമിയ ഹംദർദ്, മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, JSS. ആഫ്റ്റർ ഓൾ ദീസ് SRM, അമൃത ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പൂനെ കോളേജ് ഓഫ് ഫാർമസി, ജാദവ്പൂർ യൂണിവേഴ്സിറ്റി ആൻഡ് MSU ബറോഡ, ബോംബെ കോളേജ് ഓഫ് ഫാർമസി, ഇതും കിട്ടിയിട്ടില്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, അർസിംഗോർ, ഇത്തരം യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു കോളേജസ് ഒക്കെ, ഇത്രയും കോളേജസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളെ എംഫാമിനോടുള്ള ആ ഒരു അപ്രോച്ച് തന്നെ മാറ്റാൻ പറ്റുന്ന കോളേജസ് ആണ്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ ദീസ് കോളേജസ് റാദർ ദാൻ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കോളേജ് ഉണ്ട്, അവിടെ പോയി എംഫാം പഠിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇവിടെ പോയി പഠിക്കുമ്പോൾ നിങ്ങൾ ഫാർമസിയെ കുറിച്ചുള്ള നല്ലൊരു ഐഡിയ കിട്ടും, ആ ഒരു ഗ്രിപ്പ് കിട്ടും. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പഠിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഫാർമസി ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് വരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.